ജനാധിപത്യ ഇന്ത്യ വെല്ലുവിളികളുടെ പതിറ്റാണ്ട് എന്ന ശീർഷകത്തിൽ ഇവിടെ നടത്തുന്ന ഈ സംവാദത്തിൽ എൻ്റെ സഹ പാനലിസ്റ്റുകൾ വളരെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളുകളാണ്. അവർക്കിടയിൽ യോജിപ്പിൻ്റെത് മാത്രമായിട്ടുള്ള ഒരു സബ്ജക്റ്റിൽ അധികം കാര്യങ്ങൾ പറയേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നില്ല. ഇവിടെ വെല്ലുവിളികൾ എന്നുള്ളത് വളരെ കൃത്യമാണ്. അത് ഉണ്ടോ എന്നതിന് തന്നെ പ്രസക്തിയില്ല ചോദ്യത്തിന്. അത് വളരെ കൃത്യമായി എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു പരിതസ്ഥിതിയിലേക്ക് ഈ രാജ്യം വന്നത് എന്ന് നാം ഓരോരുത്തരും ആത്മാർത്ഥമായി ചിന്തിക്കുവാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. കേവലം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതോ കുറച്ച് ആളുകളുടെ കടമയാണ്, കർത്തവ്യമാണ്. അവരെ പുരപ്പുറത്ത് നിന്ന് വിമർശിക്കുവാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന് ചിന്തിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കിടയിൽ നിന്നുകൊണ്ടാണ് നാം ഈ കാര്യം സംസാരിക്കുന്നത് എന്ന് ആത്മപരിശോധന നടത്താൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തണം എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഈ വെല്ലുവിളിയിലേക്ക് ഒരു സുപ്രഭാതത്തിൽ നടന്നു നീങ്ങിയതല്ല. ആ വെല്ലുവിളിക്ക് അടിസ്ഥാനപരമായ ഒരു തിരക്കഥ, സംഭാഷണം, കഥ എല്ലാം ഉണ്ടാക്കി അതിൽ ചെറുതല്ലാത്ത പങ്ക് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ തകർക്കുവാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ആയിട്ട് ഒരുപാട് ആളുകൾ, നമുക്ക് ഒരു പ്രസ്ഥാനവും ഒരു സംഘടനയും 100% ദൈവികമായൊരു സംഭവമല്ല, അവിടെ തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റുകളെ തിരുത്തുന്നതിന് പകരം അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ഈ തരുണത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത്. അരാജകത്വത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നതിന് വളരെ പെട്ടെന്ന് സാധിക്കും. അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഒരു അരാജകത്വം ഈ രാജ്യത്തുണ്ടാക്കുക, സംഘർഷം ഈ രാജ്യത്തുണ്ടാക്കുക, ആ സംഘർഷത്തിൽ സംവിധാനങ്ങളെയെല്ലാം തന്നെ നിർവീര്യമാക്കുക. ആ നിർവീര്യമാക്കുന്നതിനുള്ള ഘടകങ്ങൾ ഓരോന്നോരോന്നായി അവർ കൊണ്ടുവരിക. സുപ്രീം കോടതിയെ കൈക്കലാക്കുക, ഭരണഘടനാ സ്ഥാപനങ്ങളെ സംഘപരിവാറിൻ്റെയും രാഷ്ട്രീയ ഭരണകൂടത്തിൻ്റെയും കൂട്ടാളികളാക്കി മാറ്റുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ശക്തമായ രീതിയിൽ അതിനെതിരെ പ്രതികരിക്കുവാൻ അറിവുണ്ടായിട്ടും കഴിയാതെ വന്നത് ഈ രാജ്യത്തെ ജനങ്ങളൊപ്പം നിൽക്കാത്തതിൻ്റെ കാര്യം കൊണ്ടായിരുന്നു. അതിനാമുഖമായി അദ്ദേഹം ചെയ്തത് ഭാരത് ചോഡോ യാത്ര നടത്തുകയായിരുന്നു. കന്യാകുമാരിയിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്ര ജനങ്ങളുമായി, തെരുവാണ്. മാധ്യമങ്ങൾ 1200 കോടി രൂപയാണ് ഒരു ഗവൺമെൻറ് PR വർക്കിന് ചെലവഴിക്കുന്നത് ഒരു വർഷത്തിൽ. ഈ ന്യായമായ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറുണ്ടോ? രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് മാറി നിൽക്കേണ്ടതും മാറ്റി നിർത്തപ്പെടേണ്ടതും ഒന്നാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പുരപ്പുറത്ത് കയറി ഗാലറിയിൽ നിന്ന് കളി കാണേണ്ടവരാണോ നാമും നിങ്ങളുമെന്ന് ഓരോരുത്തരും ചിന്തിക്കുവാനുള്ള അവസരമായി ഇതിനെ കണക്കാക്കുവാൻ തയ്യാറുണ്ടോ? തെറ്റുകൾ ഉണ്ടാവാം, കുറ്റങ്ങൾ ഉണ്ടാവാം, പരിമിതികൾ ഉണ്ടാവാം. അവിടെ ആ പരിമിതികൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് മഹത്തായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നമുക്ക് മുന്നിലുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അത് മഹാരഥന്മാരായ നേതാക്കന്മാർ ഉയർത്തിക്കൊടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ഇന്ത്യയുടെ ജീവവായുവായി നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ ജനാധിപത്യ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ, അതിൻ്റെ ഭാഗവാക്കാകാൻ, അതിന് അധികാരം കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അധികാരം കിട്ടണമെങ്കിൽ അതിൻ്റെ പൂർവികന്മാർ വിചാരിച്ചിരുന്നെങ്കിൽ ഭരണഘടന തന്നെ മാറ്റി എഴുതാമായിരുന്നു. അതില്ലാതെ വന്നത് എല്ലാവർക്കും അവസരം കിട്ടണമെന്നുള്ളതാണ്. ഒരൊറ്റ വോട്ട്. നമ്മുടെ ഏറ്റവും വലിയ മൂല്യമെന്ന് പറയുന്നത് പണക്കാരനും പാമരനും എല്ലാവർക്കും ഒരു വോട്ടിന് ഒരു മൂല്യമാണ്. അവരുടെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ജാതിയുടെ അടിസ്ഥാനത്തിലല്ല, മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, നാടിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഒരു വ്യക്തിക്കൊരു വോട്ട് എന്നുള്ളതിനെയാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. സുപ്രീം കോടതി ഒരു വെർഡിക്റ്റ് വരികയാണ്. സുപ്രീം കോടതി വെർഡിക്റ്റിൽ എന്താ പറയുന്നത്? ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കാൻ 3 ആളുകളെ ചുമതലപ്പെടുത്തണം. അതാരാണ്? 1 ഇന്ത്യയുടെ പ്രധാനമന്ത്രി, 2 ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവില്ലെങ്കിൽ ലോകസഭയിൽ ഏറ്റവും വലിയ അംഗസംഖ്യയുള്ള പാർട്ടിയുടെ പ്രതിനിധി, 3-ാമത്തെ ആള് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്.
അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ട് പാർലമെന്റിൽ നിയമം കൊണ്ടുവരികയാണ്. മൃഗീയ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ജഡ്ജിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ്. പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് പദവിയിലുള്ള ഒരാൾ, അത് മറ്റാരുമായിരിക്കാൻ സാധ്യതയില്ല, നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. അമിത്ഷയാണ്. അമിത്ഷയും നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും കൂടി ഒരു കാര്യം തീരുമാനിച്ചാൽ അവിടെ 2 വോട്ടല്ലേ വിജയിക്കുക, അവിടെ ഭൂരിപക്ഷ അഭിപ്രായം ആരുടേതാണ്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു സംവിധാനത്തിൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ റഫറി എന്ന് പറയുന്നത്, ഭരണഘടനയുടെ റഫറി എന്ന് പറയുന്നത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. TM ശേഷനെയൊക്കെ നമ്മൾ ഓർത്തു പോവുകയാണ്. ആ റഫറിയെ ഇന്ന് തീരുമാനിക്കുന്നത് കേവലം ചില താല്പര്യങ്ങളുടെ പേരിലാകുമ്പം, അപ്പം നിങ്ങളെ തെരഞ്ഞെടുത്തത് BJP ആണ്, BJPയെ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ് എന്ന സന്ദേശം കൊടുത്തുകൊണ്ട് ഒരു ഊങ്ങലും കൊടുക്കലും തമ്മിലുള്ള ഒരു രീതിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ, ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രോസസ്സ് മാറിയിരിക്കുന്നു. അന്നും നമ്മളൊക്കെ പറഞ്ഞതാണ് ഇതിനെക്കുറിച്ച്. ആ പറഞ്ഞപ്പോഴൊന്നും ആരും വേണ്ട രീതിയിൽ അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. കാരണം അങ്ങനെ ഒരു നരേഷനായിരുന്നു രാജ്യത്തുണ്ടായിരുന്നു. നമുക്കേതായാലും ആ വിഷയത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ് വെച്ചെടുത്ത് തുടങ്ങുമ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മുനീർ സാഹിബ്, ശരിക്ക് അതിൻ്റെ ഒരു പോരാട്ട വീര്യം താഴെ ഘടകങ്ങളിലേക്ക്, സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഇതൊക്കെ എത്രത്തോളം സംസ്ഥാന തലങ്ങളിലേക്ക് ഉണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇങ്ങനെയുള്ളൊരു വോട്ടർ ലിസ്റ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ തിരഞ്ഞെടുത്ത് പരിശോധിക്കേണ്ട. കാരണം ഈ വോട്ടർ പട്ടിക ഇറങ്ങുമ്പോൾ തന്നെ എന്തുകൊണ്ട് കോൺഗ്രസിനൊന്നും ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല? ഇത്രയധികം വോട്ടുകൾ ചേർത്തത് വോട്ടർ പട്ടിക ഇറങ്ങുമ്പോൾ ശ്രദ്ധയിൽപ്പെടാതെ പോയോ എന്നുള്ളതൊരു ചോദ്യമാണല്ലോ. എന്താണ് അതിന് പറയാനുള്ളത്? ജറീർ ഇവിടെ ചോദിച്ച ചോദ്യം, ഒന്ന്, കോൺഗ്രസ് പ്രസ്ഥാനം എന്താണ് ഭാവിയിൽ, അല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പോരാട്ടം ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ളത്. ഇന്നലെയൊക്കെ നിങ്ങൾ കണ്ടു, സംസ്ഥാനം ഒട്ടക്ക്, ഇന്ത്യ രാജ്യം ഒട്ടക്ക് ഫ്രീഡം അറ്റ് നൈറ്റ് എന്ന രീതിയിൽ രാത്രിയിൽ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും പുറത്തിറങ്ങിക്കൊണ്ട് വലിയ പ്രതിഷേധം ഇന്നലെ സംഘടിപ്പിക്കപ്പെട്ടു. ഇന്നലെ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അതിബൃഹത്തായ റാലി സംഘടിപ്പിക്കാൻ പോവുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ ദിവസങ്ങളിലായിട്ട് ഇതിൻ്റെ പരിപാടി ഫിക്സ് ചെയ്തിട്ട്, അതിനുശേഷം സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 15 വരെ 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന സിഗ്നേച്ചർ ക്യാമ്പയിൻ 5 കോടി ജനങ്ങളെ, അവരുടെ വോട്ടർമാരെ ഈ കൊള്ളരുതായ്മയുടെ പോരായ്മ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭീമാരചി. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഭരണഘടനാപരമായ പോസ്റ്റ് നിർവഹിക്കുന്ന പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം സത്യസന്ധമായി ഇന്ത്യ ജനങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ അത് മാത്രം പോരെ, സത്യവാങ്മൂലം എഴുതി കൊടുക്കണോ? ഇനി എഴുതി കൊടുത്താലുള്ള അതിൻ്റെ പ്രശ്നമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ബോധ്യപ്പെടുത്തേണ്ടത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് റെപ്രസെൻറ്റേഷൻ ആക്ട് പ്രകാരം 45 ദിവസത്തിനുള്ളിൽ പറയണം. അത് കഴിഞ്ഞാൽ അത് ബാധകമല്ല. ഇലക്ഷൻ കമ്മീഷന് വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്തെങ്കിലും അപാകതയുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തണമെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ അറിയിക്കണം. അത് കഴിഞ്ഞാൽ പറ്റില്ല. ഈ നിയമം തന്നെ ഈ കഴിഞ്ഞ മാസം, ഈ ഇലക്ഷന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ നിയമങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. മുമ്പ് 6 മാസം ഒരു സ്ഥലത്ത് താമസിച്ചാലായിരുന്നു ഇവർക്ക് അവിടെ വോട്ട് മാറ്റാൻ പറ്റുക. ഈ വോട്ട് മാറ്റുമ്പോൾ തന്നെ അവർ ഒരു കാര്യം ഉറപ്പ് വരുത്തണം, ഒരു വോട്ടറുടെ ഉത്തരവാദിത്തമാണ്. മറ്റൊരു സ്ഥലത്ത് വോട്ടില്ല എന്നും ആ വോട്ട് ഡിലീറ്റ് ചെയ്യിക്കേണ്ടതും ആ വോട്ടറുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പം ഇവർ പുതുതായി കൊണ്ടുവന്ന നിയമം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേന്നുകളിലാണ് നിയമം വരുന്നത്. 2 ദിവസം ഉണ്ടായാൽ മതി. അതായത് ഇത് പറയുമ്പം സാധാരണക്കാരനൊക്കെ മനസ്സിലാക്കപ്പോൾ ഒരു വീടില്ലാത്തവന്, ഒരു കടത്തിണ്ണയിൽ കടന്നുറങ്ങുന്നവനാണ്, അവൻ അവിടെ 2 ദിവസം കടന്നുറങ്ങിയാൽ ഈ BLO വന്ന് 2 ദിവസം അവിടെ കടന്നുറങ്ങുന്നുണ്ടെന്നുള്ളത് ബോധ്യപ്പെട്ടാൽ ബൂത്ത് ലെവൽ ഓഫീസ് അവർക്ക് അവിടെ വോട്ട് കൊടുക്കണമെന്നാണ്. 2 ദിവസം അവിടെ കടന്നുറങ്ങിയാൽ മതി. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഫ്ലാറ്റുകളെന്ന് പറയുന്നത്, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കുടുംബങ്ങൾ 11 അംഗങ്ങൾ, അദ്ദേഹത്തിന് ഡ്രൈവറൊക്കെ അടക്കം ആ പ്രസന്ന എന്ന് പറയുന്ന അവരുടെ വീട്ടിൽ അവരറിയാതെ ചേർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാവൽക്കാരനെയോ സെക്യൂരിറ്റിനെയോ BLOയുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇതിലുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്,
ഇതിന്ന് മാറി നിന്ന് പോരപ്പുറത്ത് നിൽക്കേണ്ടവരല്ല നമ്മളെന്ന് പറഞ്ഞത് അതാണ്. ഇതിനൊക്കെ ഉത്തരവാദിത്തത്തിന് നമുക്കും പങ്കുണ്ട്. അല്ല, ഉണ്ട്, എല്ലാവർക്കും പങ്കുണ്ട്. നമ്മൾ ഇത് ഒരാൾ കോൺഗ്രസ് മാത്രം ചെയ്യേണ്ടതല്ല, ഈ രാജ്യത്തിനുള്ളതാണത്. അപ്പൊ ആ നിലക്ക് കോൺഗ്രസ് പ്രധാന പ്രതിപക്ഷ കക്ഷിയാണ്. ആർക്ക് വേണ്ടിയിട്ട്? ബഷീറിനൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധിക്ക് എടുക്കേണ്ട പണി എടുക്കേണ്ട സമയത്ത് എടുക്കാൻ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന പറയണം. ആ സമയത്ത് പറഞ്ഞ് ഈ സംഘടനക്കുള്ളിൽ വരണം, ഈ സംവിധാനത്തിലേക്ക് വരണം. അങ്ങനെ വന്ന് ഇതിനെ തിരുത്തേണ്ട ഘട്ടത്തിൽ. അല്ലാതെ ഞങ്ങളൊക്കെ എല്ലാം തികഞ്ഞവരാണ് എന്ന് പറഞ്ഞ് വിമർശനത്തിൻ്റെ മാത്രം കൂരമ്പുകളുമായി നിൽക്കേണ്ടവരല്ല നാം ഓരോരുത്തരും എന്നുകൂടി ഓർക്കണം. ക്രിയാത്മകമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുകൂടി ഈ തരുണത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. തെറ്റുകളുണ്ടാവും, ഞാൻ തുടർന്ന് പറയാം, തെറ്റുകളുണ്ടാവും. ആ തെറ്റുകളുടെ ദുരന്തം കൂടിയാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് കൂടി പറയാം ആധികാരികമായി. ഏതായാലും ഇതൊരു പാഠമാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും. എന്തുകൊണ്ട് നമ്മുടെ നിസ്സംഗത, സ്വാഭാവികമായും കേരളം ഭരിക്കുന്നത് ആരാണിപ്പം? ഈ നമ്മുടെ സംസ്ഥാനത്ത് തൃശ്ശൂരിൽ ഞാൻ അങ്ങ് എടുക്കുക എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ടേപ്പം കണ്ണും കൂട്ടി നിന്നത് ആരാണ് ഈ രാജ്യം ഭരിക്കുന്നത്? അവിടെ എന്തുകൊണ്ട് നമ്മളൊക്കെ വിചാരിച്ചു അവിടെ ഈ പൂരം ഒതുക്കിയതാണ്ടാണ്. അതൊക്കെ ഇതൊരു കൃത്യം, അതൊക്കെ ഇതിൻ്റെ തിരക്കഥയാണ്. RSS മേധാവിയെ കണ്ട് DGP ചർച്ച നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം പറയാൻ പറ്റാത്ത ഭരണകൂടം, അതിനെ താങ്ങി നടക്കുന്ന അവർ നമ്മളുമായി നിൽക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടേ ഉണ്ടാവുകയുള്ളൂ എന്നെങ്കിലും നമ്മൾ ധരിക്കണ്ടേ? അതിനെ അത്തരത്തിലുള്ള ആളുകളുടെ കുഴലോത്തുകാരായി നമ്മൾ വരുന്നുണ്ടോ? രാഹുൽ ഗാന്ധി അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് ഈ സംവിധാനം, ഈ ഭരണഘടനയാണ്. ഈ ഭരണഘടന അദ്ദേഹത്തിന് വേണ്ടി അധികാരം വേണമെങ്കിൽ മൻമോഹൻ സിംഗിനെ മാറ്റി അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാമായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ നോക്കുന്ന എത്ര മതസംഘടനകളുണ്ട്? ആ സംഘടനയുമായി നമ്മുടെ കുടുംബങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ബന്ധപ്പെട്ടിട്ടുണ്ടോ, എൻ്റെ പേരുണ്ടോ എന്നുള്ളത്. ഇപ്പൊ ഇവിടെ നേരത്തെ ബീഹാർ ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്താണെങ്കിലും ഉത്തരവാദിത്തം ഉണ്ട്, ഒഴിയാൻ പറ്റില്ലല്ലോ. ഇതിന് രാഷ്ട്രീയ പ്രവർത്തനം എന്താന്നുള്ളത് അടിസ്ഥാനപരമായി മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അതെ, ഒരു മിനിറ്റ് അതൊക്കെ എന്താണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം? രാഷ്ട്രീയ പ്രവർത്തനം എന്താണ്? രാഷ്ട്ര സേവനാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളത് രാഷ്ട്ര സേവനാണ്. അത് കോൺഗ്രസ്സുകാരനാവണം എന്നല്ലേ പറയണത്, ആ അർത്ഥത്തിൽ രാഷ്ട്രീയക്കാരനാണെന്നാ പറയുന്നത്. സലാസാബെ, നമ്മൾ അടിസ്ഥാനപരമായ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് അടിസ്ഥാനപരമായ കാര്യം ഭരണഘടനയാണ്. അവിടെ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും നടത്തേണ്ട നമ്മുടെ എല്ലാ പ്രവർത്തനത്തിന്റെയും മാതാവായി നിൽക്കേണ്ടതാണെന്ന് പറയാണ് ഞാൻ. കൃത്യമായിട്ട് വളരെ ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു പോളിംഗ് സംവിധാനം ഈ പ്രതിപക്ഷ കക്ഷികളിൽ പലർക്കും, പ്രധാന പാർട്ടി അതുകൊണ്ടാണ് കോൺഗ്രസിനെ സൂചിപ്പിക്കുന്നത്, ഇല്ലാത്തത് കൊണ്ടാണ് ഇതിന്റെ ഒരു അടിസ്ഥാന കാരണം എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അല്ല, ഇതൊക്കെ എങ്ങനെ ഉണ്ടായ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതാണോ? ഇതിനൊരു പരിസ്ഥിതി ഉണ്ടാക്കി കൊടുത്തില്ലേ ഇവിടെ രാജ്യത്ത്? ഈ രാജ്യത്ത് അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു നരേഷൻ ഉണ്ടാക്കി ഇതിനെ മൂർഖൻ പാമ്പിനെ തല്ലിക്കൊല്ലുന്നത് പോലെ തല്ലിക്കൊല്ലാൻ നമ്മളിൽ പലരും ഒപ്പം നിന്നത് കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. അതൊന്ന്. രണ്ടാമത്തത്, നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ എടുക്കുമ്പം ഞാനിപ്പോൾ വളരെ വിശദമായി നോർത്ത് ഇന്ത്യ സഞ്ചരിച്ച വ്യക്തിയാണ് ഞാൻ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വാരാണസിയിൽ ഞാൻ 2 ദിവസം നിന്ന വ്യക്തിയാണ് ഞാൻ. അവിടെ പോലും വോട്ട് ചോരി നടന്നു എന്നാണ് ഇപ്പം ഉണ്ടായി. 7 റൗണ്ടിൽ ഞാൻ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ കണ്ടതാണ്. പക്ഷേ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ആർക്കും ഒരു താല്പര്യമില്ല. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ ആളുകൾ, അവർക്കൊന്നും ഇതിനോട് ഒരു താല്പര്യവുമില്ല. ഏതെങ്കിലും പാർട്ടി ആവട്ടെ, പക്ഷെ അതിലൊന്നും താല്പര്യമില്ലാതെ വെറും വേറെ ചില കാര്യങ്ങളിൽ മാത്രം മുഴുകിമായി നിൽക്കുന്ന ഒരു വലിയ സമൂഹം, അതിലേക്ക് കൂട്ടിക്കൊടുക്കുവാൻ വേണ്ടി അരാഷ്ട്രീയവാദത്തെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുപോകുന്ന മറ്റൊരു വിഭാഗം ആളുകൾ. ഇതിൻ്റെയൊക്കെ ദുരന്തം കൂടിയാണിത്. നമ്മളത് കാണാതെ പോയിട്ട് കാര്യമില്ല. ഇത് എല്ലാവരും ബാധിക്കുന്ന, ഇപ്പം നമ്മൾ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, നമ്മളെ മണ്ണിൻ്റെ പ്രശ്നമാണിത്. ആ അർത്ഥത്തിൽ ഇപ്പം ഇതിനെ രാഹുൽ ഗാന്ധി ഇപ്പം കൊണ്ടുവന്നപ്പം ഏറ്റെടുത്തു പല ആളുകളും. 5 ലക്ഷം ആളുകളാണ് 5 മണിക്കൂറിൽ ആ മിസ് കോൾ ചെയ്തത്.
ചെറിയ സംഭവമൊന്നുമല്ല. നമ്മൾ ഇതിൽ കാണേണ്ടെന്ന് ഇവർ എന്ന് പറയുന്ന വേറൊരു സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. വളരെ കൃത്യമായ അജണ്ടയോട് ഓർഗനൈസ്ഡ് ആണ്. നമ്മുടെ മൻമോഹൻ സിംഗ് ഉപയോഗിച്ച വാക്കാണ് ഇതിന് ഏറ്റവും പക്ഷെ ഇതിനെന്താണെന്നറിയോ, ഇതിനെ നമ്മളുടേതായ രീതിയിൽ ഇത് ജനങ്ങൾക്കിടയിലൂടെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധി ആ യാത്ര നടത്തിയത്. ഇപ്പോഴും ജനങ്ങളോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഇത് സുപ്രീം കോടതി പോയാൽ നിങ്ങളൊരു ഇന്ത്യൻ പൗരനാണെന്നോ അവർ ജഡ്ജി ചോദിച്ചത്. ഓക്കെ, അതെ, അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഏതായാലും വിഷയങ്ങൾ നമുക്കറിയാം, തീർച്ചയായിട്ടും ഒന്നിച്ച് നിന്ന് പോരാടേണ്ടതാണ്. അടിസ്ഥാനപരമായി നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടേതായ ഒരു കർത്തവ്യം. നോക്കൂ, ഭരണഘടന മൗലികമായ അവകാശങ്ങൾ, നമ്മൾ സ്വാതന്ത്ര്യദിനാണ്, മൗലികമായ അവകാശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. എല്ലാവരും വാദവരാതെ മൗലിക അവകാശത്തെക്കുറിച്ച് പറയും. എന്നാൽ മൗലികമായ ധർമ്മങ്ങളുണ്ട് ഭരണഘടന പറയുന്ന. ആ ധർമ്മങ്ങളെക്കുറിച്ച് ആരെങ്കിലും പറയുന്നത്, ഒരു പൗരൻ രാഷ്ട്രത്തോട് നിർവഹിക്കേണ്ട ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് കൃത്യമായി ഭരണഘടന പറയുന്നുണ്ട്. അതിലെത്ര പേർ ആ ധർമ്മങ്ങളെക്കുറിച്ച് അറിയും? ഇന്ത്യ മുന്നണിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ കോൺഗ്രസിന് സാധിക്കണ്ടെന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം കോൺഗ്രസ് ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് AIP പിന്മാറുന്നു, തൃണമൂൽ പിന്മാറുന്നു. നോക്കൂ, അവിടെയൊക്കെ താല്പര്യങ്ങളാണ് വരുന്നത്. കാരണം എന്താണ്? അടിസ്ഥാനപരമായി കോംപ്രമൈസാണ് ഇവിടെ നടക്കുന്നത്. ഇതിന് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതിന് ആത്യന്തികമായി എന്ത് വേണം? എനിക്കൊന്നും വേണ്ട എന്ന് വിചാരിക്കണം. രാജ്യത്തിന് വേണ്ടി നടക്കണം. നമുക്ക് ഫെസിലിറ്റികൾ തരാൻ ഇവർ തയ്യാറാണ് എല്ലാ അർത്ഥത്തിലും. ഇന്നത്തെ ഭരണകൂടം അങ്ങനെയാണ്. അതിനെ മാറ്റിയിട്ട് നോക്ക്, ഈ 4000-5000 കിലോമീറ്റർ ഒരു വ്യക്തി നടക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ സംഭവമാണോ അത്? നമ്മളതിനെ ചെറുതായി കണ്ടിട്ട് കാര്യമുണ്ടോ? അദ്ദേഹത്തിന് വല്ല ആവശ്യമുണ്ടോ അതിന്? അദ്ദേഹത്തിന് ഫെസിലിറ്റിക്ക് വല്ല കുറവുണ്ടോ? അധികാരത്തിന് കുറവുണ്ടോ? എന്തെങ്കിലും കുടുംബ മഹിമയ്ക്ക് കുറവുണ്ടോ? പക്ഷെ നമ്മൾ കാണേണ്ടത് അത്തരത്തിൽ ത്യാഗം ചെയ്യാൻ നമ്മളൊക്കെ തയ്യാറാവണം എന്നായി പറയുന്നതിൻ്റെ അർത്ഥം. നമ്മൾ അവിടെയൊക്കെ നമുക്ക് ഓരോ മേഖലയിൽ ഓരോരുത്തർക്ക് കഴിവുണ്ടാവും. ഇവിടെ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞു. നമുക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാരം 1200 കോടി രൂപയാണ് സുഹൃത്തുക്കളെ ഒരു സംവിധാനം സോഷ്യൽ മീഡിയയിലേക്ക് ഉയർത്തുന്ന. 600 കോടി രൂപയാണ് മാധ്യമങ്ങൾക്ക് നൽകുന്നത് പരസ്യത്തിനും കാര്യങ്ങൾക്കുമായിട്ട് ഒരു വർഷത്തിൽ. നമ്മുടെ മുഖ്യമന്ത്രി പോലും എത്ര രൂപയുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസുകളെയാണ് അവർ വിലക്കെടുത്തിട്ടുള്ളത്? എത്ര ആളുകൾ ആ വിങ്ങിലുണ്ട്? അങ്ങനെയുള്ളൊരു സംവിധാനം ഇതിനെ മറികടക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി നമ്മുടേതായ രീതിയിൽ നാം ഓരോരുത്തരും ആക്ടിവിസ്റ്റ്. തീർച്ചയായിട്ടും. കാരണം കോൺഗ്രസിനെ ഇതിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എന്താ വെച്ചാൽ, ഇനി ഒരു ഭരണത്തിൽ വരാനുള്ള നേതൃത്വം കൊടുക്കേണ്ട പാർട്ടി കോൺഗ്രസ് ആണ്. സ്വാഭാവികമായിട്ടും സാധാരണക്കാരന് ചോദ്യം ഉണ്ടാവും, കോൺഗ്രസ് ഈ രൂപത്തിലല്ലേ പോവേണ്ടത് എന്നൊക്കെ. പക്ഷേ അവിടെ നമ്മൾ ചെയ്യേണ്ടതായ ഒരു കാര്യം കൂടി ഇല്ലേ? എന്റെ ചോദ്യം അതാണ്. തീർച്ചയായും വിമർശനം വേണം. ആ വിമർശനത്തെ ഉൾക്കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും ആ മാറ്റങ്ങളെ നമ്മൾ കാണണം. ഒപ്പം തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ആ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് പലതും. രാഹുൽ ഗാന്ധിയെ നന്നാക്കി പറയുകയും അധികം പ്രവർത്തിക്കുന്ന പാർട്ടിയെ കിട്ടുന്ന അവസരങ്ങളിൽ തല്ലുകയും ചെയ്യുക എന്നുള്ളത് അതിനോട് യോജിപ്പില്ല. ചിലപ്പോൾ ജനാധിപത്യ രാഷ്ട്രീയ സ്വാഭാവികമാണ്. അല്ല, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അതിന്റെ കൂടി ദുരന്തമാണ് നാം ഇന്ന് അനുഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞോളൂ. അത്രേ എന്റെ വാദമേ ഉള്ളൂ. നമ്മളൊക്കെ ഇത് അനുഭവിക്കാനുള്ള ഒരു കാരണത്തിന്റെ ഒരു കാരണം അതാണെന്ന് പറയും. നമ്മൾ ഈ രാജ്യത്ത് അങ്ങനെയൊന്നും മാറ്റാൻ കഴിയില്ല. നോക്കൂ, 400 എന്ന് പറഞ്ഞിട്ട് 400-ൽ ഇന്ത്യയുടെ ഭരണഘടന മാറ്റും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വരാൻ പോയ കാശിയാണിത്. അവിടെ ജനങ്ങൾ പിടിച്ചു കെട്ടിയില്ലേ അവരെ? ഈ ഇലക്ഷൻ കമ്മീഷന് ഘടകകക്ഷിയല്ലായിരുന്നുവെങ്കിൽ ഇന്ന് പ്രധാനമന്ത്രിയാണ് രാഹുൽ ഗാന്ധി. അപ്പം നമ്മുടെ ജനങ്ങളിൽ പ്രതീക്ഷയുണ്ട്. ജനങ്ങളെന്ന് പറയുന്നത്, പക്ഷെ ആ ജനങ്ങളുടെ പ്രതീക്ഷകൾ, അവരുടെ വാല്യൂസിനെ, അവരുടെ ഇച്ഛയെ, അവരുടെ ശക്തി, അവരുടെ ചിന്തയെ വിലക്കെടുക്കാൻ പറ്റുന്ന ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കാപട്യങ്ങൾ, നിയമവ്യവസ്ഥിതിയുടെ നൂലാമാലകൾ പിടിച്ചുകൊണ്ട് തന്നെ വളരെ വ്യവസ്ഥാപിതമായി ചെയ്തു പോകുന്നു എന്നതിന് തിരിച്ചറിവുണ്ടാക്കാനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ ശ്രമം നടത്തിയത്. കോടതി പോയിട്ടെന്ന് പറയും, കോടതി വന്ന ഒരൊറ്റ വെർഡിക്റ്റ് വന്നതൊക്കെ പോയി. സുപ്രീം കോടതി വിധി വന്നല്ലോ, ഇനി എന്തായാലും പറയാനുള്ളത്, സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞത് തെറ്റാണല്ലോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. നമുക്ക് നമ്മളുടെ ശക്തിയും ധൈര്യവും ഭയപ്പെടാതെ, രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ നമ്മൾ ഭയപ്പെടാതെ നമ്മൾ ധരോമത്ത് എന്ന രീതിയിൽ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് പ്രശ്നമല്ല. അപ്പം നമ്മളെ നാട് തന്നെയാണ്, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ നാട് തന്നെയാണ് ഏറ്റവും അഭികാമ്യം.
ഇതൊക്കെ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളെ നമ്മളൊക്കെ അതിജീവിക്കാൻ സാധിക്കും. മല്ലി സാഹിബ് പറഞ്ഞു 1,00,000 ചില്ലാനം വോട്ടുകളെ നമ്മൾ ചേർക്കുമ്പോൾ ആ വോട്ട് സ്വാഭാവികമായിട്ടും കേരളത്തിൽ ആളുകൾ വന്ന് ചെയ്താലല്ലേ നമ്മളെ വോട്ടിംഗ് പിന്നെ ബൂത്ത് ഏജന്റുമാരൊക്കെ വളരെ സജീവമല്ല സ്ഥലമാണ് കേരളം. കാരണം ഉത്തരേന്ത്യയിലെ പോലെയല്ല. അപ്പോൾ ഈ ആളുകൾ വരാതെ ഈ മിഷനിൽ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും പിന്നെ അതിൻ്റെ ബാക്ക് എൻഡിൽ നിന്ന് ചെയ്തിട്ടാണോ ഈ ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്? അങ്ങനെയാണെങ്കിൽ നമ്മൾ പഴയ മാതിരി ഈ ബാലറ്റിലേക്ക് തിരിച്ചു പോയാൽ നമുക്ക് കോൺഗ്രസിന് അധികാരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാൻ കഴിയുന്നില്ല വിശ്വാസമുണ്ടോ? ആദ്യം ഞാൻ മറുപടി പറയാം. ഇതിലിപ്പം പിന്നെ വോട്ട് രണ്ടാമത് എണ്ണിയത് കൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ ആളുകളെ പേര് ഇതുപോലെ വന്നാൽ പിന്നെ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ബൂത്തിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ അതിന് മുന്നേ കോടതിയിൽ മതിയായ രേഖകളുണ്ടെങ്കിൽ പോകുക എന്നുള്ളതാണ്. റീകൗണ്ടിങ് കൊണ്ട് ചിലപ്പോൾ റീകൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ VVPAT ചെയ്യണം, അല്ലാതെ ഇലക്ട്രൽ റീകൗണ്ട് നടത്തിയിട്ട് കാര്യമില്ല. VVPAT ചെയ്യണം. VVPAT എന്ന് പറഞ്ഞാൽ വോട്ടർ വെരിഫിക്കേഷൻ പിന്നെ പേപ്പറാണ്. ഇപ്പോൾ ഈ മറ്റു പല രാജ്യങ്ങളിലും ഇപ്പം മൻസൂർ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ US ആളുകൾ വോട്ട് ചെയ്യുന്നു. വോട്ട് ചെയ്യുന്നത് പേപ്പർ ബാലറ്റാണ്. പേപ്പർ ബാലറ്റിൽ വോട്ട് ചെയ്തിട്ട് അവർ മാർക്ക് ചെയ്തിട്ട് കൊടുത്തിട്ട് അതൊരു സ്കാനറിലൂടെ പോവുകയാണ്. അവർ ഒരു സ്കാനറിൽ ഒരു പെട്ടിയിൽ ആ വോട്ട് ഇടുന്നു. ആ വോട്ട് സ്കാനറിലൂടെ സ്കാൻ ചെയ്ത് പോയിട്ട് അതാണ് പിന്നെ എണ്ണുന്നത്. അപ്പോൾ ശരിക്കും ആളുകളുടെ പേപ്പർ വോട്ടാണ്. ഇപ്പോൾ പേപ്പർ വോട്ട് മിക്കവാറും പിന്നെ 195 രാജ്യങ്ങളിൽ വിരലിലെണ്ണാവുന്ന രാജ്യങ്ങളിലെ ഈ വോട്ടിംഗ് മെഷീൻ ഉള്ളൂ, EVM ഉള്ളൂ. ഈ EVM ഉള്ള ലോകത്തെ ഏറ്റവും പ്രധാന രാജ്യം സമ്പൂർണ്ണ EVM ഉള്ള ഇന്ത്യയാണ്. ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ ബ്രസീൽ, വെനിസ്വേല, അങ്ങനെ 3 രാജ്യങ്ങളിൽ പ്രധാനമായിട്ട് പിന്നെ ഈ വോട്ടിംഗ് മെഷീൻ ഉള്ളൂ. ബാക്കി എല്ലാ രാജ്യങ്ങളിലും പേപ്പർ ബാലറ്റാണ്. പ്രത്യേകിച്ച് ജർമ്മനിയും പിന്നെ നെതർലാൻഡ്സ്, ഹോളണ്ടൊക്കെ ഈ EVM എന്ന് ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ട് കോടതി വിധിയിലൂടെ ബാലറ്റിലേക്ക് വന്ന രാജ്യങ്ങളാണ്. അപ്പോൾ EVM എന്ന് ബാലറ്റിലേക്ക് വരാനുള്ളൊരു ശ്രമം അതിന് പിന്നെ പ്രക്ഷോഭം നടക്കണം. അതല്ലെങ്കിൽ ഇന്നത്തെ സംവിധാനമാണെങ്കിൽ മുഴുവൻ VVPAT എണ്ണുക. ഇപ്പോൾ VVPAT എന്ന് പറഞ്ഞാൽ നമ്മളൊരു വോട്ട് ചെയ്താൽ ഒരു 6 സെക്കൻഡ് ആ വോട്ടേഴ്സ് ഒരു പേപ്പർ പ്രിൻ്റ് ചെയ്യും. നമ്മുടെ വോട്ട് അവിടെ പ്രിൻ്റ് ആകും. 6 സെക്കൻഡ് അവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാം നമ്മൾ ആർക്കാ വോട്ട് ചെയ്യുന്നത്. ആ പേപ്പർ ഇതിലേക്ക് പോവുകയാണ്, വീഴുകയാണ്. ഈ വീണത് VVPAT എണ്ണാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ പറഞ്ഞത് ഈ VVPAT മുഴുവൻ എണ്ണണമെന്ന്. 1% എണ്ണുള്ളൂ. അപ്പം ആ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ കോടതികൾ കയറി ഇറങ്ങണം, നിയമയുദ്ധം നടത്തണം, ജനങ്ങളെ തെരുവിലിറക്കണം. എന്നാലേ ലോകത്ത് ഇത്രയും വലിയ ജനാധിപത്യ രാജ്യങ്ങളൊക്കെ ഇതിൽ നിന്ന് മാറി ചിന്തിക്കാൻ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇതിലിപ്പോൾ കൃത്രിമത്വം നടത്താൻ വിചാരിച്ചാൽ ആർക്കെങ്കിലും സാധിക്കും? ഇതൊന്നും 100% ഫുൾ പ്രൂഫ് സിസ്റ്റം അല്ല. 5.5 മില്യൺ EVM ഉണ്ട് ഇന്ത്യയിൽ. 5.5 മില്യൺ EVM ആണ്. ഇത് EVM എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് അലോൺ ഡിവൈസാണ്. നമ്മളത് ഇൻ്റർനെറ്റിലൂടെ ഒന്നും കയറിയിട്ട് ആർക്കും അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അത് സ്റ്റാൻഡ് അലോൺ ഡിവൈസാണ്. ഒരു നെറ്റ്വർക്ക് ഏറ്റവും കണക്റ്റഡ് അല്ല ഓരോ ഡിവൈസ്. പക്ഷേ ഈ ഒരു ഡിവൈസിൽ കളിക്കാൻ, അതിൻ്റെ ചിപ്പുകൾ മാറ്റാൻ, അല്ലെങ്കിൽ ഒരു ഡിവൈസിനെ സ്വാപ്പ് ചെയ്യാൻ ആരെങ്കിലും വിചാരിച്ചാലൊക്കെ സാധിക്കും എന്നുള്ളതാണ്. മൻസൂർ ചോദിച്ച ചോദ്യം അതിന് ഒരൊറ്റ കാര്യം, ഈ ബഷീർ സാബ് ഇവിടെ പറഞ്ഞ VVPATൻ്റെ കാര്യം തന്നെ, അത് നമ്മളെ ഈ ഹോട്ടൽ പേപ്പറിൽ മഷിയില്ലാത്ത പ്രിൻ്ററാണ്. അതൊരു ഒരു മാസം 2 മാസം കഴിഞ്ഞാൽ അത് പിന്നെ വൈറ്റായി പോകും. കാരണം അത് പിന്നെ എണ്ണാനും പിന്നെ അത് ഒരിക്കലും അത് റിവൈവ് ചെയ്യാൻ പറ്റില്ല. മറ്റൊന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ 5 മണിക്ക് ശേഷം 1.5 കോടി ആളുകൾ വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഒരു 1 മിനിറ്റെങ്കിലും സമയമെടുത്താൽ 10 മണിക്കൂർ സമയം വേണം. ഈ EV മെഷീൻ്റെ കാര്യത്തിൽ സ്റ്റാൻഡ് അലോൺ ആണ് എന്ന് പറഞ്ഞാൽ പോലും അതിൽ കളിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു ശ്രമമാണ് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിക്ക് ഇത് അറിയാത്തതുകൊണ്ടല്ല. കാരണം എന്താ വെച്ചാൽ ഒരു സിസ്റ്റം നമ്മൾ പെട്ടെന്ന് അതിനെതിരെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നുമില്ലാത്ത രീതിയിൽ അരാജകത്വം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കൃത്യമായ സുപ്രീം കോടതി പോലും ഈ വിഷയത്തിൽ പറഞ്ഞത് നിങ്ങൾ തെളിവ് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. തെളിവ് കിട്ടണമെങ്കിൽ എവിടെ നിന്ന് കിട്ടും? കാരണം ഇത് ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഡയറക്ടർ ഒന്ന് BJP-കാരനാണ്. ഇത് അവർ മാത്രം ഉണ്ടാക്കുന്നതാണ്. ഈ കുറേ EVM മെഷീൻ കാണാതെ പോയി എന്ന് പറയുന്നു, കാണാനില്ല എന്ന് പറയുന്നു. മൻസൂർ ചോദിച്ചത് നമ്മുടെ പിന്നെ എന്തുകൊണ്ട് ഇത് വോട്ട് ചെയ്യുന്ന സമയത്ത് ഈ ആളുകളെ അതല്ല ചോദിച്ചത്. നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കൊടുത്താൽ ഈ ഒരാഴ്ച മുമ്പാണ് ഇതിൻ്റെ പബ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ പഴയ പോലെ ഒന്നല്ല. ഈ ഒരാഴ്ച വരുമ്പം പലരെയും
ഈ റിമൂവൽ നടത്തുന്നത് BLOയുടെ പരിധിയിൽപ്പെട്ട കാര്യമാണ്. BLO പറയണം അയാൾ വീട് മാറിപ്പോയിട്ടുണ്ട്, അയാളെ മരിച്ചു പോയിട്ടുണ്ട് എന്ന് BLO ഈ ഫൈനൽ ലിസ്റ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ ചോദ്യം ചെയ്യപ്പെടാൻ പിന്നെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ സാധിക്കില്ല. അതിന് ചിലപ്പം അയാൾ താമസം മാറിയിട്ടുണ്ടാവും. നമ്മളൊക്കെ തറവാട് വീടുകളിലായിരിക്കും നമ്മുടെയൊക്കെ പലരുടെയും വോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ നിയമപരമായി ശരിയല്ല, നമ്മൾ സ്വന്തം വീട്ടിലേക്ക് മാറ്റണം. അപ്പോൾ അത് നമ്മൾ പലരും ചെയ്യാറില്ല, നമ്മളൊക്കെ പലരാൾ. പക്ഷേ നമ്മളെ വോട്ട് ഒഴിവാക്കപ്പെടാൻ അതൊരു കാരണമാണ് നിയമപരമായിട്ട്. അപ്പം ഇവിടെ ഈ പറഞ്ഞ സംവിധാനം നമ്മൾ 6 മാസം മുമ്പ് ഇവർ കൊണ്ടുവന്ന മാറ്റം, 6 മാസം നിൽക്കേണ്ടതിന് പകരം 2 ദിവസം നിന്നാൽ മതി എന്ന ലോ കൊണ്ടുവന്ന് വീട് നമ്പർ ഇല്ലെങ്കിൽ പോലും അടിസ്ഥാനപരമായി വീടില്ലാത്തവനും വോട്ട് വേണ്ടേ എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? ഇനി നമുക്കിതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ തലത്തിലും നമ്മളുടെ സൂക്ഷ്മമായ ശ്രദ്ധ. നമ്മളിപ്പോൾ ഓരോ ഇലക്ഷൻ്റെ സമയത്ത്, നമ്മളിപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ കോൺഗ്രസ് പാർട്ടി കേരളത്തിലടക്കം പോളിംഗ് ബൂത്തിൽ കാവലിരിക്കുകയാണ് ചെയ്തത്. എല്ലാ ഇടതുപക്ഷത്തിൻ്റെ ആളുകളും അവിടെ രാത്രിയും പകലും നമ്മൾ ആളെ വെച്ചിരിക്കുകയായിരുന്നു. സമാനമായി UP ചെയ്തു. അപ്പം ഇങ്ങനെ നമ്മൾ കാവൽക്കാരാവണം, ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരായി ഫോക്കസ് ഇൻ്റർനാഷണലിൻ്റെ പ്രവർത്തകരും പൊതുസമൂഹവും കടന്നു വന്നാൽ ഇതിന് സംരക്ഷണം ലഭ്യമാകും. ഭരണകൂടം ജനാധിപത്യത്തെ കക്കുന്നവരാണ് എന്നുള്ള തിരിച്ചറിവ് ജനങ്ങളിലേക്ക് ഏറെക്കുറെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ സംവാദത്തിൻ്റെ അന്തസത്ത അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ സംരക്ഷകരായി, ജനാധിപത്യത്തിൻ്റെ സംരക്ഷകരായി, ഭരണഘടനയുടെ സംരക്ഷകരായി, രാജ്യത്തിൻ്റെ സംരക്ഷകരായി നാം ഓരോരുത്തരും ഓരോ പട്ടാളക്കാരനാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ആന്തരികമായ. ഓക്കെ, നമ്മൾ പറഞ്ഞു വെക്കുന്നതാണ് നമ്മൾ ഓരോ പൗരൻ്റെയും ധർമ്മബോധമാണ് ഇതിനോടൊപ്പം നിന്ന് മുന്നോട്ട് പോകുക എന്നുള്ളത് അവസാനിപ്പിക്കുന്നു. എന്താ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരു ചോദ്യമല്ല, നമ്മൾ ഈ ഫോക്കസുകാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ നാട്ടിൽ സംഘടനാ തലത്തിലും അതേപോലെ തന്നെ ഫോക്കസിൻ്റെ ഈ കീഴിലൊക്കെ ശരിക്ക് കുട്ടികൾക്ക് ഈ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചും, കാരണം ചരിത്രം മറക്കുകയും മറക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമല്ലത്. അതുകൊണ്ട് ശരിക്ക് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുക വേണം കുട്ടികൾക്ക്. ഇപ്പോൾ നമ്മളെ പുസ്തകത്തിൽ നിന്നൊക്കെ ഇപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് ഒക്കെ മറക്കപ്പെടുകയാണ്. കുട്ടികൾ പഠിക്കുന്ന ആരാന്നറിയില്ല, എന്താണ് എങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയെന്ന്. ഇപ്പം രണ്ടാമത്തെ ഒരു സ്വാതന്ത്ര്യ സമരം പിന്നെ നടത്തേണ്ട ഒരു അവസ്ഥയിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാര്യമായി സംഘടനാ തലത്തിലും ഫോക്കസിൻ്റെ കീഴിലും ഒരു ക്യാമ്പയിൻ തന്നെ നടത്തണം എന്നാണ്. തീർച്ചയായിട്ടും നമുക്കൊക്കെ നിങ്ങൾ ഈ എല്ലാ ദിവസവും ആയത്തൊക്കെ അയക്കുന്നത് പോലെ, സൂറത്തൊക്കെ അയക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള ചെറിയ സന്ദേശങ്ങൾ കൂടി തീർച്ചയായിട്ടും ജനാധിപത്യം എന്ന് പറയുന്നത് കൊടുക്കാൻ കൂടി. ഓക്കെ, നമ്മുടെ ചിന്തയിലേക്ക് ഇങ്ങനെയുള്ള സംഗതികൾ ഇങ്ങനെ നന്ദി അറിയിച്ചുകൊണ്ട്, തീർച്ചയായിട്ടും ഇതിന്റെ പകുതിയാണ് സ്ത്രീകൾ, നമ്മൾ അവഗണിക്കാൻ പറ്റില്ല. മുനീർ സാഹിബിനോട് പറയാം, നിങ്ങളെ പറ്റിയിട്ടുള്ളൊരു വീഴ്ച ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവരാരെങ്കിലും ബന്ധപ്പെട്ടിട്ട് ഒരു ക്ലാസ്സിൽ ഒരു വാക്ക് പറയാം, ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക, ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു, നിങ്ങൾ ചെയ്യണം, നമ്മളെ കടമയാണ്. ഇപ്പം എല്ലാവരും അത് കടമയായിട്ട് ഏറ്റെടുക്കും. തീർച്ചയായിട്ടും കോൺഗ്രസിന് തന്നെയാണ് ഈ ഭരണം തിരിച്ചെടുക്കാനുള്ള ബാധ്യത ഉള്ളതെന്നാണ് ഞാൻ ഒന്നും കൂടി ഉറപ്പിച്ച് പറയുന്നത്. അതിൻ്റെ കൂടെ ജനങ്ങളുണ്ട്, എല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ട്. രാഹുൽ ഗാന്ധിനെയും കോൺഗ്രസ് ആണ് ഇന്ത്യ ഭരിക്കാൻ ഏറ്റവും അർഹർന്ന് തീർച്ചയായിട്ടും ഒരു ധാരാളം ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നുണ്ട്. വളരെ ശക്തമായ അഭിപ്രായങ്ങളാണ് കാണിക്കണം എന്നുകൂടിയുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് അതിൽ. അതെ, നസീം ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇതിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കേഡർ സംവിധാനത്തിലുള്ള പാർട്ടിയല്ല, അതൊരാൾക്കൂട്ടമാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊന്നല്ല, പണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലുണ്ട്. അത് ആ സംവിധാനത്തിന് മാറ്റം വന്ന കോൺഗ്രസ് അല്ലാതായി മാറും. അപ്പോൾ കോൺഗ്രസിൻ്റെ അഭിപ്രായങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. അവിടെ നമ്മളെല്ലാവർക്കും അതിൽ സ്പേസ് ഉണ്ട്, എല്ലാ ആളുകൾക്കും അഭിപ്രായം പറയാം. നിങ്ങൾക്കും വരാം, നിങ്ങൾ മെമ്പർഷിപ്പ് ഒന്നും എടുക്കണ്ട, ഇതിൽ വന്ന് അഭിപ്രായം പറയാനുള്ള വേദി നമ്മൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പണ്ടുണ്ടായിരുന്ന ഗ്രൂപ്പിസത്തിൻ്റെ അപ്പുറത്തേക്ക് ഇന്ന് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. ഗ്രൂപ്പിസം എന്ന് പറയുന്ന ഐഡിയോളജിക്കലായിരുന്നു മുമ്പ്, ഇന്നത് വ്യക്തിയാധിഷ്ഠിതമായി മാറി എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ പരാതിയായിട്ടുള്ളത്. സത്യം. അതുകൊണ്ട് നമ്മളെന്തോ ഇതൊക്കെ നമ്മുടെയൊക്കെ തന്നെ നമുക്ക് അർഹതപ്പെട്ടതല്ലേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതിനൊക്കെ നമ്മളതായ ഒരു ചെറു ശ്രമം നമ്മളെ ഭാഗത്തുനിന്നും കൂടി നമ്മൾ ഉണ്ടാകണം. നമ്മൾ മാറി നിൽക്കേണ്ടവരല്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് വരേണ്ടതാണ്. റെയിൽ ഉണ്ടാക്കിക്കണം, ട്രെയിനായി എഞ്ചിനായി നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമോ?
കമ്പാർട്ട്മെന്റുകളായാൽ മതി. ഒന്നും മാറണ്ട. നിങ്ങൾ നിൽക്കുന്ന ഐഡിയോളജിയിൽ നിന്നോളൂ. രാഹുൽ ഗാന്ധി എൻജിൻ ഡ്രൈവറായിട്ടുണ്ടാവും. വിവിധ കമ്പാർട്ട്മെന്റുകളായി നിങ്ങൾക്ക് ആ ട്രെയിനിലൂടെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ യാത്ര ചെയ്താൽ നമ്മൾ ഒന്നിച്ചുണ്ടായാൽ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവുന്നുള്ളത്. ഓക്കെ, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കും. വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. ഏതായാലും പങ്കെടുത്ത ബഷീർ വള്ളിക്കുന്ന്, KTM മുനീർ, ഹസൻ ചെറൂപ്പ എന്നിവർക്ക് നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇതുവരെ ഈ സമയം വരെ ഇത് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.